ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ ഒരു വാനില കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കപ്പ് കേക്ക് റെസിപ്പിയാണിത്. ഒരു ഫോൾട്ടും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഉണ്ടാകരുത്. എല്ലാം തുടച്ച് വൃത്തിയാക്കിയ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഹാൻഡ് വിസ്കാണ് ഉള്ളതെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിൽ 1/2 കപ്പ് പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബാച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം കുറച്ച് പകുതിയോളം ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് അടിച്ച് വന്നതിന് ശേഷം ബാക്കി കൂടി ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ ഒരു സമയത്ത് നമുക്ക് ഓവൻ ഒന്ന് 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് പതപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു റിബൺ കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി മാറ്റണം. അപ്പോൾ കുറച്ച് നേരം തന്നെ എടുത്തിട്ട് വേണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ കളറൊക്കെ ഈ ഒരു കളർ വൈറ്റിഷ് കളറിലേക്കൊന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ ബീറ്റർ ഓഫ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓയിൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ആ ബീറ്റർ മാറ്റിയതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫ്ലോർ മിക്സ് എന്ന് പറയുന്നത് 1 കപ്പ് മൈദയും അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1/8 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലോർ മിക്സും പാലും ഇടവിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് മിക്സ് ചെയ്ത് എടുക്കുന്നത്. വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ മാറിപ്പോവും. അപ്പം മെല്ലെ വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മുടെ കേക്കിനും ആ ഒരു ടെക്സ്ചർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഫൈനലി ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചിട്ട് ഒന്ന് സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഫൈനൽ മിക്സിംഗ് ആണിത്. ഇനി നമുക്ക് ഒരു ട്രേയിലേക്ക് ബേക്കിംഗ് പേപ്പറൊക്കെ നമ്മുടെ കപ്പ് കേക്കിൻ്റെ മോൾഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും ഏകദേശം ഒരു 1/2 പോർഷൻ ഫില്ലാവുന്ന വിധത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇത് എന്തായാലും പൊങ്ങി വരും. അപ്പോൾ അത്രയും ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എല്ലാ കപ്സിലും ഏകദേശം ഒരേ അളവിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊരു 20 to 25 മിനിറ്റ്സോളം ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. ഓവനിലേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കപ്പ് കേക്ക് മോൾഡിലേക്കും ഒഴിച്ചതിന് ശേഷം നമുക്ക് നേരെ ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവനിലേക്ക് മാറ്റാം. എന്നിട്ടൊരു 20-25 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഒരു ടൂത്ത് പിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ക്ലിയർ ആയിട്ടാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അതിൽ പറ്റി പിടിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ആ സമയത്ത് നമുക്കിത് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ടോട്ടലി 15 കപ്പ് കേക്ക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കപ്പ് കേക്ക് റെസിപ്പിയാണിത്, വാനില ഫ്ലേവറിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കമൻസ് കൂടി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.